ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീവ്സോ 2 ഡയറക്റ്റീവിനെ കുറിച്ചാണ്. അപ്പം സീവ്സോ 2 ഡയറക്റ്റീവിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ കുറച്ച് എന്തൊക്കെയോ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ അതിൻ്റെ ബേസിസിലാണ് എമർജൻസി പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് 2 മൊഡ്യൂളുകളായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സീവ്സോ 2 ഡയറക്റ്റീവ് എന്ന് നോക്കാം. അപ്പം സീവ്സോ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ ഇതിനേക്കാളും മുമ്പ് ഫെമിലിയർ ആയത് ആദ്യമായിട്ട് എവിടെയായിരുന്നു? സീവ്സോ ഡിസാസ്റ്ററിനെ കുറിച്ച് പഠിച്ച സമയത്തായിരുന്നു. സീവ്സോ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അന്ന് നമ്മൾ ഭോപ്പാൽ ഡിസാസ്റ്റർ പോലെ നമ്മുടെ ഇറ്റലിയുടെ മിലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് 1976 ജൂലൈ 10 നടന്ന ഒരു ഡിസാസ്റ്റർ ആയിരുന്നു, ഇൻഡസ്ട്രിയൽ ആക്സിഡൻ്റ് ആയിരുന്നു സീവ്സോ ആക്സിഡൻറ്റ്സ്. അപ്പം ഈ ആക്സിഡൻറ്റിന് ശേഷമാണ് നമ്മൾ സീവ്സോ ഡിറക്റ്റീവ് തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആക്സിഡൻറ്റിന് ശേഷമാണ് നമ്മൾ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ്, ഡിസാസ്റ്റേഴ്സ് നമുക്ക് വരാം. അപ്പോൾ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തുടങ്ങിയത് സീവ്സോ ഡിസാസ്റ്ററിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഡിറക്റ്റീവിൻ്റെ പേര് സീവ്സോ ഡിറക്റ്റീവ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇന്ന് ജസ്റ്റ് സീവ്സോ ഡിറക്റ്റീവ് എന്താണ്, അതിലെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം. പിന്നെ നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് എമർജൻസി പ്ലാനിങ് ഇൻ സീവ്സോ 2 ഡിറക്റ്റീവ്, എമർജൻസി പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സീവ്സോ ഡയറക്റ്റീവ് മേ റെഫർ ടു. അപ്പോൾ ഈ സീവ്സോ ഡയറക്റ്റീവ് തന്നെ 3 പാർട്സ് ഉണ്ട്. സീവ്സോ ഡയറക്റ്റീവ് 1 ഉണ്ട്, സീവ്സോ ഡയറക്റ്റീവ് 2 ഉണ്ട്, സീവ്സോ ഡയറക്റ്റീവ് 3 ഉണ്ട്. അതിൽ സീവ്സോ ഡയറക്റ്റീവ് 1 എന്ന് പറഞ്ഞാൽ 1982 ലാണ് വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് 1996, ദെൻ 2012. അപ്പോൾ ഇതാണ് 3 ഡിറക്റ്റീവ്. ഇതായത് ഓരോന്നിൻ്റെ മോഡിഫൈഡ് ആയിട്ടുള്ള ഡിറക്റ്റീവ്സാണ് 3 വരെ വന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വരുന്നതാണ് സീവ്സോ ഡയറക്റ്റീവ് 1. സീവ്സോ ഡയറക്റ്റീവ് 1 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യത്തെ സെക്ഷൻ എന്താണെന്ന് നോക്കാം. അതായത് സീവ്സോ ഡയറക്റ്റീവ് 1 1982 വന്നിട്ടുള്ളത്. ഡയറക്റ്റീവ് 82/501/EC അതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത്. അപ്പം ഡയറക്റ്റീവ് 82/501/EC വാസ് ആൻ യൂറോപ്യൻ യൂണിയൻ ലോ aimed to improve the safety of sites containing large quantity of dangerous substances. അപ്പം ലാർജ് ക്വാണ്ടിറ്റി ഡേഞ്ചറസ് സബ്സ്റ്റൻസസ് ഉള്ള സൈറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സീവ്സോ ഡിറക്റ്റീവ് ആഫ്റ്റർ ദ സീവ്സോ ഡിസാസ്റ്റർ. ഇത് നമ്മൾ സീവ്സോ ഡിസാസ്റ്ററിന് ശേഷം സീവ്സോ ഡിറക്റ്റീവ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് വാസ് suppressed by the സീവ്സോ 2 directive and then സീവ്സോ 3 directive. ഇതിന് ശേഷം നമുക്ക് എന്ത് വന്നു? സീവ്സോ 2 വന്നു, സീവ്സോ 3 വന്നു. ഇതിലില്ലാത്ത കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്തിട്ടാണ് സീവ്സോ 2 വന്നത്. സീവ്സോ 2നെ വീണ്ടും ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് സീവ്സോ 3 വന്നത്. ദെൻ സീവ്സോ 2 എന്താണെന്ന് നോക്കാം. സീവ്സോ 2 ഡയറക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റീവ് 96/82/EC എന്നാണ് പറയുന്നത്. 1996 വന്നിട്ടുള്ളത്. കൗൺസിൽ ഡയറക്റ്റീവ് 96/82/EC ഓഫ് 9 December 1996 on the control of major accident hazard involving dangerous substances is a European Union law aimed at improving the safety of site containing large quantity of dangerous substances. അതായത് നേരത്തെ അതേ സാധനം തന്നെയാണ്. നമ്മുടെ സൈറ്റിൽ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന സൈറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് 2 കൊണ്ടുവന്നത്. ഇതെന്താണ്? സീവ്സോ 1നെ മോഡിഫൈ ചെയ്തതാണ്. അപ്പം ഇതിൽ കുറേ പുതിയ കാര്യങ്ങൾ അവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സീവ്സോ 2 ഡയറക്റ്റീവ് ആഫ്റ്റർ ദ സീവ്സോ
disaster. Okay, CSO2 directive എന്നാണ് അറിയപ്പെടുന്നത്. Then it replaced the CSO directive and was turned modified by the CSO3 directive. Okay, ഈ CSO2 തന്നെ നമ്മൾ വീണ്ടും മോഡിഫൈ ചെയ്തിട്ട് CSO3 ആക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് CSO2-ലെ എമർജൻസി പ്ലാൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, CSO2-നെ കുറിച്ചിട്ടൊന്ന് നോക്കാം. CSO2-ലെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. Council Directive 96/82/EC of 9th December 1996 on the control of major accident hazard involving dangerous substances, published in OJL 10 of 14 January 1997. ഇത് പബ്ലിഷ് ചെയ്തത് OJL-ലാണ്. OJL 10 പറഞ്ഞിട്ടുള്ള ഇതിലാണ്. ആൻഡ് എന്നാണ് 14 January 1997 and entered into force on 3 February 1997. Then must be transposed into national law by the member state within 24 months. ഓക്കെ, ഇത് പിന്നെ എന്താണ് ആയത്, നാഷണൽ ലോ ആയിട്ട് മാറ്റി. Then must be applied as from 3rd February 1999, date of repeal of directive. Okay, 3rd February 1999 ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. Then what's new in CSO2? അപ്പം നമ്മൾ CSO1-നെ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയായിരുന്നു പുതുതായിട്ട് നമ്മുടെ CSO2-ൽ ഇൻക്ലൂഡ് ചെയ്തത് എന്നാണ് നോക്കുന്നത്. സ്കോപ്പ് ഈസ് broadened and simplified. Then not list of industrial installation anymore. അതായത് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റലേഷൻ്റെ ലിസ്റ്റ് ഉണ്ടായിരുന്നില്ല. ദാറ്റ് ഈസ് ഷോർട്ട് ലിസ്റ്റ് ഓഫ് നെയിംഡ് സബ്സ്റ്റൻസസ് ഉണ്ട്. അത് അനക്സ് 1-ലാണ്, പാർട്ട് 1-ൽ അനക്സ് 1-ൽ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഷോർട്ട് ലിസ്റ്റ് ഓഫ് നെയിംഡ് സബ്സ്റ്റൻസസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മോർ ജനറിക് ക്രൈറ്റീരിയ. അതിൻ്റെ ജനറിക് ക്രൈറ്റീരിയ ഒക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് അനക്സ് 1-ൽ പാർട്ട് 2-ലാണ് പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷേ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ രൂപം ഞാൻ ഒന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ദെൻ സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് എന്താണുള്ളത്, ന്യൂ മാനേജറിയൽ ഓർ ഓർഗനൈസേഷണൽ മെത്തേഡ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് അനക്സ് 3-ലാണ് പറയുന്നത്. ദെൻ ടെസ്റ്റിംഗ് ഓഫ് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേർണൽ എമർജൻസി പ്ലാന്, അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ലാൻഡ് യൂസ് പ്ലാന് ആർട്ടിക്കിൾ 12-ലാണ് പറയുന്നത്. സ്യൂട്ടബിൾ ഡിസ്റ്റൻസസ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ ഡിസ്റ്റൻസസ്, അഡീഷണൽ ടെക്നിക്കൽ മെഷേഴ്സ്, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നത് ആർട്ടിക്കിൾ 12. ദെൻ ഇൻസ്പെക്ഷൻ സിസ്റ്റം ആർട്ടിക്കിൾ 18-ലാണ്. അതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തത്, സിസ്റ്റമാറ്റിക് അപ്രൈസൽ ഓർ വൺ ഓൺസൈറ്റ് ഇൻസ്പെക്ടിങ് എവറി ഇയർ ആൻഡ് ഇൻസ്പെക്ടിങ് റിപ്പോർട്ട് വേണം. ദെൻ ഫോളോ അപ്പ് ദിസ് ഓപ്പറേറ്റർ വിത്ത് ദ ഓപ്പറേറ്ററോട് ഫോളോ അപ്പ് ചെയ്യണം. അതാണ് ഇൻസ്പെക്ഷൻ സിസ്റ്റത്തിൽ പറയുന്നത്. അപ്പോൾ ഇൻസ്പെക്ഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അല്ലേ. നമ്മളൊരു ഫാക്ടറീനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കണം. അത് ഒന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടൊക്കെയാണ് കുറേ ഡിസാസ്റ്ററുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊക്കെ കറക്റ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഓരോ പോയിൻറ്റ്സും നമ്മുടെ CSO2-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എയിം എന്താണെന്ന്. എയിം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്, പ്രിവെൻഷൻ ഓഫ് മേജർ ആക്സിഡൻറ്റ്സ് ഇൻവോൾവിങ് ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്. മേജർ ആക്സിഡൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുക. എലിമിനേഷൻ ഓഫ് കോൺസിക്വൻസസ് ഓഫ് ആക്സിഡൻറ്റ്സ് ഓൺ മാൻ ആൻഡ് ദ എൻവയോൺമെൻറ്റ്. ഹൈ ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ഫോർ മാൻ ആൻഡ് ദ എൻവയോൺമെൻറ്റ് ത്രൂ ഔട്ട് ദ കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പം ഇത് മൂന്നുമാണ് നമ്മൾ പ്രിവെൻഷൻ, ആക്സിഡൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യണം. ദെൻ ലിമിറ്റേഷൻ ഓഫ് കോൺസിക്വൻസസ് ഓഫ് ആക്സിഡൻറ്റ്സ് ഓൺ മാൻ ആൻഡ് എൻവയോൺമെൻറ്റ്. ഇത് ലിമിറ്റ് ചെയ്യണം. കോൺസിക്വൻസസ് നമ്മുടെ എൻവയോൺമെൻറ്റിനും നമുക്കൊക്കെ വരുന്ന കോൺസിക്വൻസസിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ദെൻ പ്രിവെൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതൊക്കെയാണ് നമ്മുടെ CSO ഡയറക്റ്റീവിൻ്റെ എയിം എന്ന് പറയുന്നത്. പിന്നെ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റിലേറ്റഡ് ടു
presence of dangerous substances, actual, anticipated, generated during the loss of control of an industrial chemical process. അതായത് presence of dangerous substanceനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അതിൽ ആക്ച്വൽ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ആൻറ്റിസിപ്പേറ്റ് പറഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്, ദെൻ ജനറേറ്റഡ് ഡ്യൂറിങ് ലോസ് ഓഫ് കൺട്രോൾ ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ കെമിക്കൽ പ്രോസസ്സ്. നമ്മളിപ്പം ഇൻഡസ്ട്രിയൽ കെമിക്കൽ പ്രോസസ്സിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ കെമിക്കൽസ്, അതിനെക്കുറിച്ചൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ അനെക്സ് 1 കണ്ടെയ്ൻ, അനെക്സ് 1 എന്താണ്, എ ലിസ്റ്റ് ഓഫ് നെയിംഡ് സബ്സ്റ്റൻസ് ആണ്. അനെക്സ് 1 പാർട്ട് 1 ഒരു നെയിംഡ് സബ്സ്റ്റൻസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എ ലിസ്റ്റ് ഓഫ് ജനറിക് കാറ്റഗറി ഓഫ് സബ്സ്റ്റൻസസ് ആൻഡ് പ്രിപ്പയർഡ്നെസ് ഉണ്ട് അനെക്സ് 1 പാർട്ട് 2 വരുന്നത്. ദെൻ ബോത്ത് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഓഫ് അനെക്സ് 1 കണ്ടെയ്ൻ ലോവർ ത്രെഷോൾഡ് ക്വാണ്ടിറ്റീസ് ആൻഡ് അപ്പർ ത്രെഷോൾഡ് ക്വാണ്ടിറ്റീസ്. അപ്പം ലോവർ ത്രെഷോൾഡ് ക്വാണ്ടിറ്റിയും അപ്പർ ത്രെഷോൾഡ് ക്വാണ്ടിറ്റീനെ കുറിച്ചൊക്കെയാണ് ഇതിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്, മെറ്റീരിയൽസിനെ കുറിച്ചിട്ട്. അതായത് എത്ര ക്വാണ്ടിറ്റി വേണം, നമ്മൾ ഓരോ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസും എത്ര ക്വാണ്ടിറ്റി വേണം, അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. അതൊക്കെ ഇതിൻ്റെ അകത്താണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 3 പറഞ്ഞ ഇതിൻ്റെയൊക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ടേംസിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇൻസ്റ്റലേഷൻ, ഓപ്പറേറ്റർ, ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്, മേജർ ആക്സിഡൻറ്റ്സ്, ഹസാർഡ്, റിസ്ക്, സ്റ്റോറേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഡെഫിനിഷൻസൊക്കെ ഇതിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് എക്സ്ക്ലൂഷൻസ് ആണ്. അതായത് ഇതിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ അറിയണമല്ലോ. അതെന്തൊക്കെയാണ്? മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ മിലിറ്ററി പർപ്പസിനുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ദെൻ ഹസാർഡ്സ് ക്രിയേറ്റഡ് ബൈ അയണൈസിങ് റേഡിയേഷൻ കാരണമുള്ള ഹസാർഡ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ദെൻ ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ടെമ്പററി സ്റ്റോറേജ് ഔട്ട്സൈഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് പുറത്തുള്ള ഇൻ്റർമീഡിയറ്റ് ആൻഡ് ടെമ്പററി സ്റ്റോറേജ് ഉണ്ടായിരിക്കും, അതും ഇതിലത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ട്രാൻസ്പോർട്ട് ഇൻ പൈപ്പ് ലൈൻ ഔട്ട്സൈഡ് ദ ദെൻ ആക്ടിവിറ്റീസ് ഓഫ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്, മൈൻസ്, ക്വാറീസ്, ബോർഹോൾസ്, അങ്ങനെയുള്ള അതിനെക്കുറിച്ചും ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ദെൻ വേസ്റ്റ് ലാൻഡ്ഫിൽ സൈറ്റ്സ് ഉണ്ടായിരിക്കും, അവരെ കുറിച്ചിട്ടും നമ്മളിതൊന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന ജനറൽ ഒബ്ലിഗേഷൻസ് ഓഫ് ഓപ്പറേറ്റർ. നമ്മുടെ ഓപ്പറേറ്ററിൻ്റെ ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ്, അതായത് കമ്മിറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ഡ്യൂട്ടി എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓപ്പറേറ്റർ മസ്റ്റ് ടേക്ക് ഓൾ നെസസറി മെഷേഴ്സ്, എല്ലാ നെസസറി മെഷേഴ്സും ഇവിടെ എടുക്കണം ടു പ്രിവെൻറ്റ് ദ മേജർ ആക്സിഡൻറ്റ്സ് ആൻഡ് ടു ലിമിറ്റ് കോൺസിക്വൻസസ് ഓഫ് ആക്സിഡൻറ്റ് ഓൺ മാൻ ആൻഡ് എൻവയോൺമെൻറ്റ്. മേജർ ആക്സിഡൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനും ദെൻ ലിമിറ്റ് ദ കോൺസിക്വൻസിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പറേറ്റർ അതിന് പറ്റിയ മെഷേഴ്സ് എടുക്കണം. ദെൻ ഓപ്പറേറ്റർ മസ്റ്റ് പ്രൂവ് ദ കോമ്പിറ്റൻറ്റ് അതോറിറ്റി ദാറ്റ് ഹി വാസ് ടേക്കൺ ഓൾ നെസസറി മെഷേഴ്സ്. അപ്പം ഇങ്ങനെ എല്ലാതും എടുത്തിട്ടുണ്ടെന്ന് നമ്മുടെ കോമ്പിറ്റൻറ്റ് അതോറിറ്റിയുടെ മുമ്പിൽ പ്രൂവ് ചെയ്യണം. അതാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ലോവർ ആൻഡ് അപ്പർ ടയർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ദെൻ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, ദെൻ റിക്വയർ ദ ഓപ്പറേറ്റർ ടു ഗിവ് ആൻഡ് കോമ്പിറ്റൻറ്റ് അതോറിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോട്ടിഫിക്കേഷനിൽ വരുന്നത്. അതായത് നമ്മുടെ റിക്വയർ ടു ഓപ്പറേറ്റർ ടു ഗിവ് ദ കോമ്പിറ്റൻറ്റ് അതോറിറ്റി ഇൻഫർമേഷൻ ഓൺ എന്തൊക്കെ ഇൻഫർമേഷനാണ് നമ്മുടെ കോമ്പിറ്റൻറ്റ് അതോറിറ്റിക്ക് നൽകേണ്ടത്. അതായത് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്, ആക്ടിവിറ്റി ഓഫ് ഇൻസ്റ്റലേഷൻ ഓർ സ്റ്റോറേജ്, ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റ്, ഇങ്ങനെയുള്ള ഡാറ്റാസൊക്കെ നമ്മൾ ഇവർക്ക് കൊടുക്കണം, കോമ്പിറ്റൻറ്റ് അതോറിറ്റിക്ക് കൊടുക്കണം. അതൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ അകത്താണ് പറയുന്നത്. ആർട്ടിക്കിൾ 6 ദെൻ അടുത്ത വരുന്നത് മേജർ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ പോളിസി ഉണ്ട്. അത് ആർട്ടിക്കിൾ 7 അനെക്സ് 3 വരുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ. ദെൻ ഡൊമിനോ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതുമില്ല, അത് ആർട്ടിക്കിൾ 8 വരുന്നത്.
ദെൻ നെക്സ്റ്റ് സേഫ്റ്റി റിപ്പോർട്ടിന് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ എന്തായിരുന്നു ആർട്ടിക്കിൾ 9 Annex 2 and 3 സേഫ്റ്റി റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇത് അപ്ലൈഡ് ഓൺലി ടു അപ്പർ ടയർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് operator must establish major accident prevention policy, safety management system, then internal emergency plan. അതൊക്കെയാണ് സേഫ്റ്റി റിപ്പോർട്ടിൻ്റെ അകത്ത് വേണ്ടത്. ദെൻ സേഫ്റ്റി റിപ്പോർട്ട് മസ്റ്റ് ഇൻക്ലൂഡ് ഇൻഫർമേഷൻ ഓൺ ദ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താണ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം, മേജർ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ പോളിസീനെ കുറിച്ചിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ എൻവയോൺമെൻറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇൻസ്റ്റലേഷൻ, റിസ്ക് അനാലിസിസ് ആൻഡ് പ്രിവെൻഷൻ മെത്തേഡ്, കൺട്രോൾ ആൻഡ് ലിമിറ്റേഷൻ ഓഫ് കോൺസിക്വൻസസ് ഓഫ് ആൻ ആക്സിഡൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സേഫ്റ്റി റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സേഫ്റ്റി റിപ്പോർട്ട് ടൈം ലിസ്റ്റ്. അതായത് സേഫ്റ്റി റിപ്പോർട്ട് മസ്റ്റ് ഹാവ് പ്രൊവൈഡ് എ ന്യൂ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വിത്തിൻ എ റെസ്പോൺസിബിൾ പീരിയഡ് ഓഫ് ടൈം പ്രയർ ടു ദ സ്റ്റാർട്ട് ഓഫ് കൺസ്ട്രക്ഷൻ ഓർ ഓപ്പറേഷൻ. അപ്പോൾ നമ്മളതിൻ്റെ ടൈം ലിമിറ്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് പറയണം. ആൻഡ് ഫോർ എക്സിസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നോട്ട് covered by CIVSO 1 within 3 years from 3rd February 1999, covered by CIVSO 1 within 2 years from 3rd February 1991. അതായത് ഇതിൻ്റെ ടൈം ലിമിറ്റൊക്കെ ഇതിൽ സ്പെസിഫൈ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സേഫ്റ്റി റിപ്പോർട്ട് തന്നെയാണ്, ടേക്സ് ബൈ കോമ്പറ്റൻറ്റ് അതോറിറ്റി. അപ്പം കോമ്പറ്റൻറ്റ് അതോറിറ്റി എക്സാമിൻസ് ദ സേഫ്റ്റി റിപ്പോർട്ടിനെ എക്സാമിൻ ചെയ്യണം. ദെൻ റിക്വയർ ഫർദർ ഇൻഫർമേഷൻ ഫ്രം ദ ഓപ്പറേറ്റർ ഡിസൈഡഡ് ടു അലോ ഓർ പ്രൊഹിബിറ്റ്. അലോ ചെയ്യണോ പ്രൊഹിബിറ്റ് ചെയ്യണോ എന്നൊക്കെ നമ്മൾ ഈ റിപ്പോർട്ട് നോക്കിയിട്ടാണ് പറയുന്നത്. ദെൻ ബ്രിങ്ങിങ് ഇൻ ടു യൂസ് ഓർ കണ്ടിന്യൂഡ് യൂസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, കമ്മ്യൂണിക്കേറ്റ് കൺക്ലൂഷൻ ഓൺ ഓപ്പറേറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സേഫ്റ്റി റിപ്പോർട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ദെൻ സേഫ്റ്റി റിപ്പോർട്ടിൻ്റെ ഒരു റിവ്യൂ ഉണ്ട്. ഇത് നമ്മൾ എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യുക റിവ്യൂ ചെയ്യാൻ വേണ്ടത്? 5 ഇയേഴ്സിലാണ്. അല്ലെങ്കിൽ എന്താണ് റിക്വസ്റ്റ് ഓഫ് കോമ്പറ്റൻറ്റ് അതോറിറ്റി റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് നമ്മളിത് റിവ്യൂ ചെയ്യേണ്ടത്. അപ്പം ഇതിൽ എന്താണ് ടെക്നിക്കൽ നോളജ് അബൌട്ട് ദ സേഫ്റ്റി, ദെൻ നോളജ് അബൌട്ട് ഹസാർഡ് അസസ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ നമുക്ക് പഠിക്കാനുള്ള പോർഷനാണ് എമർജൻസി പ്ലാൻസ്. അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കണ്ടെയ്നിങ് കൺട്രോളിങ് ഇൻസിഡൻസിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എമർജൻസി പ്ലാൻസ് ഉണ്ടാവുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ടു ദ പബ്ലിക്, റിസ്റ്റോറിങ് ആൻഡ് അപ്പം കമ്മ്യൂണിക്കേഷനും ഇൻഫർമേഷൻ ടു പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ റീസ്റ്റോറിങ് ആൻഡ് ക്ലീനിങ് അപ്പ് ദ എൻവയോൺമെൻറ്റ് ആഫ്റ്റർ മേജർ ആക്സിഡൻറ്റ്സ്. അപ്പം നമ്മൾ എമർജൻസി പ്ലാൻ വെച്ചിട്ടാണ് ഇത് ആഫ്റ്റർ എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എമർജൻസി പ്ലാനിൻ്റെ അകത്താണ് വരുന്നത്. ലിമിറ്റ് ഡാമേജ് ടു മാൻ, എൻവയോൺമെൻറ്റ് ആൻഡ് പ്രോപ്പർട്ടി, ഇംപ്ലിമെൻറ്റിംഗ് ദ നെസസറി മെഷേഴ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ എമർജൻസി പ്ലാൻ ആർട്ടിക്കിൾ 11(1) കൊടുത്തിട്ടുള്ളത്. അതിൽ ഓപ്പറേറ്റർ പറഞ്ഞാൽ ഇൻറ്റേർണൽ എമർജൻസി പ്ലാനിൽ ഓപ്പറേറ്റർ ഉണ്ടാവും. എക്സ്റ്റേണൽ എമർജൻസി പ്ലാൻ വേണമെങ്കിലോ അത് കോമ്പറ്റൻറ്റ് അതോറിറ്റി ആയിരിക്കും. അപ്പോൾ ഓപ്പറേറ്റർ ഇൻസൈഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അകത്താണ്, നമ്മൾ ഓൺ സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. കൺസൾട്ടേഷൻ ഓഫ് പേഴ്സണൽസ്, അതൊക്കെയാണ് നമ്മൾ ഇൻറ്റേർണൽ എമർജൻസി പ്ലാനിൽ കൊടുക്കുന്നത്. ദെൻ എക്സ്റ്റേണൽ എമർജൻസി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് പുറത്തുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഓഫ് സൈറ്റ് പഠിച്ചില്ലേ. ദെൻ കൺസൾട്ടേഷൻ ഓഫ് ദ പബ്ലിക്, ദെൻ റിവ്യൂ ആൻഡ് ടെസ്റ്റ് മിനിമം എവറി 3 ഇയർ റിവ്യൂ ചെയ്യണം, ദെൻ ടെസ്റ്റ് ചെയ്യണം 3 ഇയർ ആകുമ്പോൾ. ഇതാണ് ആർട്ടിക്കിൾ 2 പറയുന്നത്. ദെൻ എമർജൻസി പ്ലാൻ ആർട്ടിക്കിൾ 2 പാർട്ട് 2 പറയുന്നത് ഓപ്പറേറ്ററെ കുറിച്ചാണ്. ഓപ്പറേറ്റർ കൺസൾട്ട്സ് ദ പേഴ്സണൽ, ഡ്രോ അപ്പ് ആൻ ഇൻറ്റേർണൽ എമർജൻസി പ്ലാൻ ഉണ്ടാക്കണം. പ്രൊവൈഡ് ഇൻറ്റേർണൽ എമർജൻസി പ്ലാനിനെ കുറിച്ചിട്ടും അതർ നെസസറി ഇൻഫർമേഷനെ കുറിച്ചിട്ടുമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പറ്റൻറ്റ് അതോറിറ്റീന്
റിപ്പോർട്ട് കൊടുക്കണം ഓപ്പറേറ്റർ. ദെൻ അടുത്തതെന്ന് പറയുന്നത് കോമ്പിറ്റൻറ്റ് അതോറിറ്റിയാണ്. കോമ്പിറ്റൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ദ ഇൻറ്റേർണൽ എമർജൻസി പ്ലാൻ ആൻഡ് അതർ ഇൻഫർമേഷൻസ് ലോക്കൽ അതോറിറ്റി കൺസൾട്ടൻറ്റ് ടു ദ പബ്ലിക് ആൻഡ് ഡ്രോപ്പ് എക്സ്റ്റേണൽ എമർജൻസി പ്ലാനൊക്കെ. നമ്മുടെ കോമ്പിറ്റൻറ്റ് അതോറിറ്റി നമ്മളെ എക്സ്റ്റേണൽ എമർജൻസി പ്ലാനാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം നമുക്കിനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ നോക്കാം. എമർജൻസി പ്ലാനിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളത്. അതിൽ എമർജൻസി പ്ലാനിൽ ആർട്ടിക്കിൾ 2 തന്നെ പാർട്ട് 3 ഉണ്ട്. അതിൽ നമ്മൾ ഇൻറ്റേർണൽ എമർജൻസി പ്ലാനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇൻറ്റേർണൽ എമർജൻസി പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഹാവ് ടു ബി റിവ്യൂഡ്, ടെസ്റ്റ്, റിവൈസ്ഡ്. റിവ്യൂ ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം, റിവൈസ് ചെയ്യണം, ദെൻ അപ്ഡേറ്റ് ചെയ്യണം ആൻഡ് ബൈ ഓപ്പറേറ്റർ അറ്റ് സ്യൂട്ടബിൾ ഇൻ്റർവെൽസ്. നമ്മൾ സ്യൂട്ടബിൾ ഇൻ്റർവെൽസിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അതിനെക്കുറിച്ചാണ് പാർട്ട് 3 പറയുന്നത്. ദെൻ എക്സ്റ്റേണൽ എമർജൻസി പ്ലാൻ ആണെങ്കിലോ അതും ഇതുപോലെ തന്നെ റിവ്യൂ ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം, റിവൈസ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം ആൻഡ് ബൈ ലോക്കൽ അതോറിറ്റി അറ്റ് സ്യൂട്ടബിൾ ഇൻ്റർവെൽസ് അറ്റ്ലീസ്റ്റ് എവറി 3 years. എവറി 3 yearsൽ ഇതും ചെയ്യണം. അതാരാണ് ചെയ്യുന്നത്? ലോക്കൽ അതോറിറ്റിയാണ്. മറ്റേ ഇൻറ്റേർണൽ ആയപ്പോൾ ആരായിരുന്നു? ഓപ്പറേറ്റർ ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് നോക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.